ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പത്തനംതിട്ട വരെ ഒന്ന് പോവാണ് ഇവനെയും കൊണ്ട് പാർക്കില്. അപ്പം നമുക്ക് പോയിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പാർക്കിൽ പോവാനായി. ഞാൻ പാർക്കിൽ നേരത്തെ പോയിട്ടുണ്ട്. ഇന്നലെ ആണെങ്കിൽ എന്നെയാണെങ്കിൽ പാർക്കിൽ കൊണ്ടുപോയില്ല. അപ്പോൾ ഇന്നാണെങ്കിൽ എന്നെ പാർക്കിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അല്ലേ. അങ്ങനെ വൈകുന്നേരം എഡ്വിനെയും പിക്ക് ചെയ്ത് നമ്മൾ പാർക്കിലേക്ക് പോവാണ്. ഡെയിലി വഴക്കാണ് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. മിക്കവാറും ഉള്ള ദിവസങ്ങളിലെല്ലാം അവൻ പോകാറുണ്ട്. മിക്കവാറും എല്ലാ ആഴ്ചകളിലും അവൻ പോകാറുണ്ട് അവിടെ. നമ്മൾ പോകുന്നത് പത്തനംതിട്ട ഹാപ്പിനെസ് പാർക്കിലേക്കാണ്. പത്തനംതിട്ടക്കാർക്കറിയാം, പുതുതായിട്ട് വന്ന പാർക്കാണ്. നല്ല അടിപൊളി പാർക്കാണ്. അവിടേക്കാണ് പോകുന്നത്. അവിടേക്ക് പോകുന്നതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നതും ആ പറയുന്ന എക്സ്പ്ലനേഷൻ്റെയൊക്കെ രീതി കണ്ടാൽ മനസ്സിലാകും. പാർക്കിലേക്ക് പോകാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ആ മുഖത്ത് കാണുന്നത്. എന്തൊക്കെയോ കഥകളൊക്കെ പറയുന്നുണ്ട്, സ്കൂളിലെ വിശേഷങ്ങളാണ്. ഇതാണ് ഗൈസ് ഇപ്പോൾ എൻ്റെ പള്ളി. എന്നെ കല്യാണം കഴിച്ചിട്ട് വന്നത് ഇങ്ങോട്ടാണ്, മാക്കാങ്കുന്ന് പള്ളി. അങ്ങനെ നമ്മൾ പാർക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമുക്ക് പണി നടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ പോകുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കുഴപ്പമില്ലാതെ വണ്ടികളെല്ലാം പോകുന്നുണ്ട്. ബസ് കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം അവിടെ ആണല്ലോ. ഇതുവരെ പത്തനംതിട്ട പാർക്ക് വരാത്തവർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് പാർക്ക്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഈവനിങ് ടൈം വന്നു കഴിഞ്ഞാൽ കുറേ പേര് നടക്കാനും അതേപോലെ പിള്ളേരെല്ലാം കളിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല കാമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. അത്രയും സ്ഥലത്തൊക്കെ നമുക്ക് നടക്കാം. നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അവിടെ നടക്കാൻ പറ്റില്ല. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ നല്ല രസമാണ്. ആക്ച്വലി ഇപ്പോൾ ഇവിടെ ഏത് സമയം വന്നാലും പിള്ളേരുണ്ട്. ഉച്ചയ്ക്ക് വന്നാലും രാവിലെ വന്നാലും വൈകിട്ട് വന്നാലും രാത്രി വന്നാലും ഇവിടെ ആൾക്കാരുണ്ട്. കാരണം പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇവിടെ വരാനായിട്ട്. മാത്രമല്ല ബസ്സും ഉള്ളതുകൊണ്ട് ബസ്സിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഇവർക്ക് പാർക്കിലേക്ക് വരാം. അതുപോലെ തിരിച്ചു പോകാനും സൗകര്യമാണ്. അങ്ങനെ പാർക്കിൽ വന്നിട്ട് കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി, അവരുമായിട്ടൊക്കെ കളിക്കുകയാണ്. വന്നപ്പോൾ ഒരു ഫ്രണ്ടിനെ കിട്ടി, അവൻ എന്തേ കയറിയിരുന്നു. പിന്നെ അതേപോലെ ഇതിലിടാനായിട്ടുള്ള ബോൾ നമ്മൾ തന്നെ കൊണ്ടുവരണം. പാർക്കിൽ ബോളില്ല. നമ്മൾ ആദ്യം വന്നപ്പോൾ കുട്ടികൾ കളിക്കുന്ന കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ബോൾ അവിടുത്തെ ആയിരിക്കുമെന്ന്. പക്ഷെ അത് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ അന്ന് നമ്മൾ വാങ്ങിച്ചാണ് ഈ ബോൾ. പിന്നെ നമ്മൾ കളിക്കുമ്പോഴും കുട്ടികളൊക്കെ വിചാരിക്കും ഇതിവിടുത്തെ ബോളാണെന്നും കരുതിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യത് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യമായിട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ ബോളൊക്കെ കൊണ്ടുപോയാൽ നമുക്കത് അവിടെ ഇട്ട് കളിക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ എഡ്വിന് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ആളിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 100,000 തവണ വിളിച്ചാലും വരില്ല. അത് കുട്ടികളെല്ലാം അങ്ങനെ തന്നെയാണ്. അവിടെ വരുന്ന കുട്ടികളാരും തിരിച്ചു പോകാനായിട്ട് അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അതുപോലെ രസമാണ്. നമുക്ക് നൈറ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് അവിടെ ഇരിക്കാം. കുറേ ടൈം നല്ല കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര കാമായിട്ട് നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് പറ്റും. അത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് നല്ല രസമാണ്. ഇതുവരെ നല്ലതാണ്. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സക്സസ് ആയിരിക്കും ഈ പാർക്കിൻ്റെ. പിന്നെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചുട്ടിപ്പാറ വ്യൂ ഒക്കെ കാണാനായിട്ട് പറ്റുമേ. നല്ല രസമാണ്. നൈറ്റൊക്കെ വരുമ്പോൾ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഫോട്ടോസ് എടുക്കാനും നല്ല രസമാണ്. മോൻ ഏറ്റവും ഇഷ്ടം ഈ ഒരു ബോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അവൻ ഏറ്റവും കൂടുതൽ ടൈം നിൽക്കുന്നതും ഇവിടെ തന്നെയാണ്. ബോൾ ഇട്ടിട്ട് അത് കറക്റ്റായിട്ട് ഇടുക എന്നുള്ളതാണ് അവൻ്റെ ടാർഗറ്റ്. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. കാരണം ഞങ്ങൾക്ക് 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് തിരിച്ചു പോകേണ്ടതായിട്ട്. പിന്നെ ഞാൻ അവന് ബോൾ ഇടേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ശരിയാക്കും, ചിലത് നല്ലൊരു അങ്ങനെ കുറേ തവണയൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു കയറല്ലേ, അവിടെ നിന്ന് ഇറങ്ങി വീഴും. ഇതിന് നമുക്ക് ഫോട്ടോ എടുക്കാം. തിരിച്ചു കയറല് കേട്ടോ, സ്റ്റെപ്പിൽ കൂടി തന്നെ കയറണം. ആ കുഞ്ഞും നമുക്ക് പരിചയമുള്ള കുഞ്ഞ് തന്നെയാണ്. പിന്നെ കുറേ നേരം ഇവർ രണ്ടും കൂടി കളിച്ചു. കുഞ്ഞിനെയും തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേച്ചി നല്ല ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. കുറേ വിളിച്ചിട്ടും കുഞ്ഞു പോകുന്നില്ല. ഇവനും അത് തന്നെയായിരുന്നു സ്ഥിതി. അങ്ങനെ മഴയൊക്കെ പതുക്കെ പെയ്യാൻ തുടങ്ങി. പതുക്കെ വിടാമെന്നുള്ള
ഉദ്ദേശത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ സമ്മതിക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് ചെന്നിട്ട് ചെങ്ങന്നൂർ വരെ ഒന്ന് പോകേണ്ട ഒരാവശ്യം ഉണ്ട്. എഡ്വിനെ പോകാം. മഴ പെയ്യുന്നു, മഴ ചാറുന്നു. മതിയായോ കളിച്ച്? ഇഷ്ടപ്പെട്ടോ? ഇച്ചിരിയും കൂടി കളിക്കുക, എന്നിട്ട് നമുക്ക് പോകാം. മഴ ചാറുന്നുണ്ട്. ഇവിടെ എല്ലാം ലൈറ്റ് വന്നു രാത്രിയായതിൻ്റെ. നോക്കി നിന്നപ്പോൾ അതേ അടിപൊളി ഒരു റെയിൻബോ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ പത്തനംതിട്ടയുടെ ചുട്ടിപ്പാറ. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണത്തില്ല, വലിയ പാറയാണ്. വിളിച്ചിട്ട് ഇവൻ വരുന്നില്ലായിരുന്നു. ചെങ്ങന്നൂർ പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ 6:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. 6:30 വീട്ടിൽ നിന്ന് പോകാനിരുന്നതാണ്. ഇതാണ് നൈറ്റ് ഞങ്ങളുടെ പത്തനംതിട്ട. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയാണ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് പോയിട്ട് വേറൊരു വഴിക്ക് വരെ പോകാനായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ പത്തനംതിട്ടയുടെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് ഞാൻ പത്തനംതിട്ടയുടെ ഒരു നൈറ്റ് ലൈഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.